നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 9, ഇടവം 26 ഞായറാഴ്ച. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആദ്യ മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരും. ഇന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. CPM പോളിറ്റ് ബ്യൂറോ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട. ഇതുൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 7:15 ചടങ്ങ്. ആദ്യ മന്ത്രിസഭാ യോഗവും ഇന്നുണ്ടാകും. ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയാകും. രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. വൈകിട്ട് 7:15 രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലി നൽകും. നരേന്ദ്രമോദിക്ക് പിന്നാലെ മന്ത്രിസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും രാഷ്ട്രപതി ഭവനിൽ നടക്കും. ക്ഷണിക്കപ്പെട്ട അതിഥികളും BJP പ്രവർത്തകരുമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക. ജില്ലാ അധ്യക്ഷന്മാർ മുതലുള്ള BJP നേതാക്കളെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി സത്യപ്രതിജ്ഞാ ദിനം ആഘോഷിക്കാൻ വിപുലമായ പരിപാടികളാണ് BJP ഒരുക്കിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി സേവന പരിപാടികളും മധുരപലഹാര വിതരണവും നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പിന്നാലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗവും ഉണ്ടാകും. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ 100 ദിന കർമ്മപരിപാടികൾ തുടർന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപിക്ക് മികച്ച പരിഗണന ലഭിച്ചേക്കും. കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും മന്ത്രിസഭയിൽ സ്ഥാനം നൽകുന്നത് ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. കേരളത്തിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ സുരേഷ് ഗോപിക്ക് അർഹമായ പരിഗണന നൽകാനാണ് BJP ദേശീയ നേതൃത്വം ഒരുങ്ങുന്നത്. തനിക്ക് സിനിമാ രംഗത്ത് തുടരണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി പങ്കുവച്ചതോടെ അദ്ദേഹത്തെ സുപ്രധാന വകുപ്പുകളിലേക്ക് പരിഗണിക്കില്ല. കലാ സാംസ്കാരികം പോലുള്ള വകുപ്പ് മന്ത്രിയാകാനാണ് സാധ്യത. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ സാംസ്കാരിക വകുപ്പും പരിഗണനയിലുണ്ട്. സുരേഷ് ഗോപിക്ക് പരിഗണന നൽകുന്നതിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും BJP ലക്ഷ്യമിടുന്നു. തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരന് സഹമന്ത്രിസ്ഥാനം വീണ്ടും നൽകിയേക്കും. ആറ്റിങ്ങലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച V. മുരളീധരനും പരിഗണനാ പട്ടികയിലുണ്ടെന്നാണ് സൂചന. കേരളത്തിൽ അധികാരം ലക്ഷ്യമിടുന്ന BJP മന്ത്രിസ്ഥാനം നൽകി നേതാക്കളിലൂടെ ജനകീയത പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗമായിരുന്ന KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് എത്തിയതോടെ രാജ്യസഭയിൽ ഒരു സീറ്റിൽ ഒഴിവുണ്ട്. ആ രാജ്യസഭാ സീറ്റ് കേന്ദ്രീകരിച്ചായിരിക്കും സഹമന്ത്രിസ്ഥാനം അടക്കമുള്ള നിർണായക നീക്കങ്ങൾ. 24, ഡൽഹി. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ അധികാരത്തിൽ വരുന്നത്. 10 വർഷം തുടർന്ന ശൈലിയിൽ നിന്ന് നരേന്ദ്രമോദിക്കും സർക്കാരിനും ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അവസരം കാത്തിരിക്കുന്ന പ്രതിപക്ഷമാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കൂട്ടുകക്ഷി സമ്പ്രദായത്തെ വിമർശിച്ച് നടത്തിയ പ്രചാരണമാണ് 2014 BJPയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയാക്കി മാറ്റിയത്. 2019 303 സീറ്റുകൾ BJP ഒറ്റയ്ക്കു നേടി. കഴിഞ്ഞ 10 വർഷവും BJP ഒറ്റയ്ക്കാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇനി സഖ്യ സർക്കാരാണ്. സാധ്യതകളെക്കാൾ ഏറെ വെല്ലുവിളികളാണ് മൂന്നാം മോദി സർക്കാരിന് മുന്നിലുള്ളത്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയവ നടപ്പാക്കുന്നതിനെക്കുറിച്ച് BJPക്ക് ഈ ഘട്ടത്തിൽ ആലോചിക്കാൻ പോലും കഴിയില്ല. അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച അഗ്നിവീർ റദ്ദാക്കുക, ജാതി സർവേ നടത്തുക, മുസ്ലിങ്ങൾക്ക് 4% സംവരണം, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജ് എന്നീ ഉപാധികൾ JDU TDP പാർട്ടികൾ ഇതിനകം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇരു പാർട്ടികളെയും അവഗണിക്കാൻ നിലവിൽ BJPക്ക് കഴിയില്ല. കഴിഞ്ഞ 10 വർഷം നിശബ്ദരായിരുന്ന ഘടകകക്ഷികളിൽ നിന്ന് പോലും പുതിയ ആവശ്യങ്ങൾ ഉയരും. മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത അത്രയും ജാഗ്രതയോടെ അവസരം കാത്തിരിക്കുന്ന പ്രതിപക്ഷമാണ് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. ജാതി സെൻസസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന വാഗ്ദാനമാണ്. ഇവ നടപ്പാക്കേണ്ടി വന്നാൽ BJPക്ക് തിരിച്ചടിയാകും. 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം പൂർണ്ണമായും വിട്ടുനിന്നേക്കും. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഔദ്യോഗിക ക്ഷണം ലഭിച്ചില്ല. കഴിഞ്ഞ 2 തവണയും നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു. ശ്രീലങ്ക, മാലദ്വീപ്, ബംഗ്ലാദേശ്, മൗറീഷ്യസ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന
മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന് പങ്കാളിത്തമുണ്ടാകില്ല. ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ സഖ്യം കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശനിയാഴ്ച രാത്രി 10 മണിവരെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, CPIM, CPI, മുസ്ലിം ലീഗ്, RSP തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല. അനൗപചാരികമായി പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ BJP ശ്രമിച്ചെങ്കിലും സഹകരിക്കേണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ക്ഷണം ലഭിച്ചാലും ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2014-ലും 2019-ലും നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിന്നിരുന്നു. 24 ഡൽഹി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കും. ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഡൽഹിയിലെത്തി. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ഇത്തവണ വിദേശ പ്രാതിനിധ്യം കൂടുതലാണ്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ, ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക്, മൗറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർ പങ്കെടുക്കുമെന്നാണ് വിവരം. ചടങ്ങിന്റെ ഭാഗമാകാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഇന്നലെ ഡൽഹിയിലെത്തി. മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് നിരവധി ലോക നേതാക്കളും പ്രമുഖരും ആശംസകൾ അറിയിച്ചു. യമൻ പ്രധാനമന്ത്രി അഹമ്മദ് ബിൻ മുബാറക്, ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രൂ, അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ്, സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് വയോള ആംഹേർട്ട്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ നിരവധി ലോകരാഷ്ട്ര നേതാക്കളും ടെസ്ല CEO ഇലോൺ മസ്കും ആശംസകൾ നേർന്നു. വ്യത്യസ്ത മതങ്ങളിലെ 50ഓളം പുരോഹിതന്മാരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സംഘടനാ ചുമതല വഹിക്കുന്ന ഭാരവാഹികൾ എന്നിങ്ങനെ 1000-ലധികം വ്യക്തികളാണ് ചടങ്ങിന്റെ ഭാഗമാകുന്നത്. സത്യപ്രതിജ്ഞ നടക്കുന്ന രാഷ്ട്രപതി ഭവൻ വർണ്ണാഭമായ ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വയനാട് ഒഴിഞ്ഞ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക്. രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നതോടെ വയനാട്ടിൽ ആരെത്തുമെന്ന ചോദ്യവും ഉയരുന്നു. നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ മണ്ഡലത്തിൽ എത്തിയേക്കില്ല എന്നാണ് സൂചന. റായ്ബറേലി നിലനിർത്തേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉത്തർപ്രദേശ് PCC വ്യക്തമാക്കിയതോടെയാണ് വയനാട് ഉപേക്ഷിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടത്. വയനാട് സുരക്ഷിത മണ്ഡലമായതിനാൽ മറ്റ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് രാഹുൽ വഴങ്ങിയേക്കും. രാഹുൽ ഗാന്ധിയാണ് ഇതിൽ അന്തിമ നിലപാട് സ്വീകരിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഷ്ട്രീയ അഭയം നൽകിയ മണ്ഡലമെന്ന നിലയിൽ വയനാട് ഉപേക്ഷിക്കാൻ രാഹുലിന് താൽപര്യമില്ല. രാഹുൽ അന്തിമ നിലപാട് സ്വീകരിക്കും മുമ്പ് മണ്ഡലത്തിലെത്തും. രാഹുൽ വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധി മണ്ഡലം നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആവശ്യം. സ്ഥാനാർത്ഥിയെ AICC നേരിട്ട് നിശ്ചയിക്കുന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തിയേക്കില്ല. തൃശൂരിലെ പരാജയത്തിനു പിന്നാലെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന K മുരളീധരനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. മുസ്ലിം ലീഗിനും ഈ ആവശ്യത്തോട് യോജിപ്പാണ്. 24 ഡൽഹി. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസത്തെ നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യന്ത്രവത്കൃത യാനങ്ങളുള്ളത് കൊല്ലത്താണ്. എല്ലാം തീരമണഞ്ഞു. ബോട്ടുകൾക്കിനി അറ്റകുറ്റപ്പണിയുടെ നാളുകൾ. ട്രോളിംഗ് നിരോധനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മത്സ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് ഒരു മത്സ്യസമ്പത്തും വർദ്ധിച്ചതായി ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. പകരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം ലഭിക്കേണ്ട മത്സ്യസമ്പത്ത് നമുക്ക് ഈ കാലയളവിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഗവൺമെന്റ് മനസ്സിലാക്കണം. ഇനിയും ഒരു പഠനം നടത്തി ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ കാലയളവ് ഇത് തന്നെ വേണോ വേണ്ടോ എന്ന് ഗവൺമെന്റ് ശക്തമായി പരിശോധിക്കാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രതികൂല കാലാവസ്ഥ മത്സ്യലഭ്യതയെ ബാധിച്ചെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ യാനങ്ങൾ വീണ്ടും ഇറക്കണമെങ്കിൽ കടം വാങ്ങേണ്ടി വരുമെന്നും ബോട്ടുടമകൾ. ഓരോ ബോട്ടുകൾക്കും ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ, ഡീസലിന്റെ കടത്തിൽ വന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് അടുത്ത ഒരു ട്രോളിംഗ് നിരോധനം വരുന്നത്. ഈ ബോട്ടുകൾക്കൊന്നും യഥാർത്ഥത്തിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പോലുമുള്ള പൈസ കിട്ടിയിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രതിസന്ധി.
എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലുമുള്ള ഡീസൽ ബങ്കുകൾ അടച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും. നീണ്ടകര ഹാർബർ ഈ വർഷവും ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് തുറന്നുകൊടുക്കും. 24 കൊല്ലം. തൃശ്ശൂരിലുണ്ടായ ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരുക്കേറ്റു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? മറ്റു വിവരങ്ങൾ, ഇപ്പോൾ പരുക്കേറ്റവരുടെ നില എങ്ങനെയാണ്, ആരോഗ്യനില? സ്മിത, ഇന്നലെ രാത്രി 3 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്ന ഈ ശക്തൻ തമ്പുരാൻ പ്രതിമയ്ക്ക് സമീപം ഈ ബസ് അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന AC ലോ ഫ്ലോർ ബസ്സാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ശക്തൻ ബസ് സ്റ്റാൻഡിനോടും ശക്തൻ മാർക്കറ്റിനോടും ഒക്കെ ചേർന്നുള്ള പ്രധാന ജംഗ്ഷനാണ്. ഈ ഭാഗത്താണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു വലിയ റൗണ്ടാണ്. റൗണ്ടിന് നടുവിലാണ് ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമയുണ്ടായിരുന്നത്. നേരെ വന്ന ബസ് ഈ റൗണ്ടിന് ചുറ്റും, അതായത് കുറച്ച് അകലമുണ്ട്, ഒരു 10-15 മീറ്ററിനകത്ത് അകലം ഈ റൗണ്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ ബസ് ഈ റൗണ്ടിന് നടുവിലുണ്ടായിരുന്ന പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബസ്സിനകത്തുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ 3 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ബസ്സിന്റെ മുൻവശമെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ, അതായത് ഈ അപകടം നടന്നത് 3 മണിയോടുകൂടിയാണ്. ആ സമയത്ത് തന്നെ ഈ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ആലോചന KSRTC നടത്തിയെങ്കിലും തൃശൂർ KSRTC ഡിപ്പോയിൽ ഇത് ബസ് മാറ്റുന്നതിനുള്ള ക്രെയിൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികളുടെ ക്രെയിൻ ഉപയോഗിച്ച് മാത്രം, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സഹായം തേടിയാൽ മാത്രമാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ബസ് മാറ്റാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ എല്ലാം സഹായം തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി ആരംഭിക്കും എന്നുള്ളതാണ് KSRTC അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തൻ തമ്പുരാന്റെ പ്രതിമ അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം വലിയ രീതിയിലാണ് ഈ അപകടം നടന്നത്. അതിന്റെ ഒരു ഭീകരത നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വെളിവാണ്. എന്തായാലും ഈ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആ 3 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. അവരെ നിലവിൽ ഈ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും എല്ലാം ചേർന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഈ പുറത്തേക്ക് ഇറക്കിയത്. ഓട്ടോ ഡ്രൈവർമാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് വലിയൊരു വലിയ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയാണ് തിരിഞ്ഞു നോക്കുന്നത്. ആ സമയത്ത് ബസ് ഇടിച്ച് ഈ റൗണ്ടിന് മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് കണ്ടത് എന്നുള്ളതാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. എന്തായാലും 3 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുന്നത്. ശക്തൻ തമ്പുരാന്റെ പ്രതിമ അത് പൂർണ്ണമായും തകരുകയും ചെയ്തു. സൂരജ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു അപകടമായിരുന്നു. പക്ഷേ 3 പേർക്ക് പരിക്കേറ്റവരുടെ നില ആശ്വാസകരമാണ്. വലിയ ഗുരുതരമല്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയുമാകുന്നു. സൂരജ് സജിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേർന്നത്. കോഴിക്കോട് നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. കൊയിലാണ്ടിയിൽ ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച് 1 മരണം, 4 പേർക്ക് പരുക്കേറ്റു. കൊട്ടിയൂർ യാത്ര കഴിഞ്ഞു വരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് കാറുമായി കൂട്ടിയിടിച്ചത്. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടിയൂർ അമ്പല ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇത് എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയിൽ മുക്കം നെല്ലിക്കാപ്പറമ്പിൽ എന്ന സ്ഥലത്ത് ആണ് ഈ ഒരു അപകടമുണ്ടായത്. കാറിൽ 5 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 2 സ്ത്രീകളും 1 പുരുഷനും 2 കുട്ടികളും. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ത്രീയാണ് അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കതിരൂർ സ്വദേശി 38 വയസ്സുള്ള മൈമോനെയാണിത്. കാർ യാത്രികർക്ക് തന്നെയാണ് പരിക്കേറ്റിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുലർച്ചെ 2:30യോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. സ്മിത, ശരി. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. അപകടത്തിൽ 1 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 4 പേർക്ക് പരുക്കേറ്റു. കാറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ നാളെ മുതൽ വീണ്ടും സമരത്തിന് CITU. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ നാളെ രാവിലെ മുതൽ തുടങ്ങും. ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഹാജരാകണമെന്ന തീരുമാനം പിൻവലിക്കുക, പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 60 ഉയർത്തുക, വാഹനങ്ങളുടെ കാലപ്പഴക്കം 22 വർഷമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് CITUവിന്റെ സമരം. അതേസമയം
പരിഷ്കരണത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഗതാഗത വകുപ്പും മന്ത്രിയും. മറ്റൊരു വാർത്തയിലേക്ക്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട. കേരളവും ബംഗാളും അടക്കം പാർട്ടി മത്സരിച്ച സംസ്ഥാനങ്ങളിലെ സാഹചര്യവും രാജ്യത്തെ പൊതു സാഹചര്യവും സംബന്ധിച്ച അവലോകനം യോഗത്തിലുണ്ടാകും. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിക്ക് കാരണമായോ എന്ന് പരിശോധിക്കണമെന്ന് CPI നേതൃയോഗം തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് പ്രതിഫലിക്കുക എന്ന് പ്രതികരിച്ച CPIM ദേശീയ നേതാക്കൾ സംസ്ഥാന തലത്തിൽ അവലോകനത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് ഈ മാസം 28 മുതൽ 30 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പരിഗണിക്കും. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുക്കും. എറണാകുളം അങ്കമാലിയിൽ കാറിന് തീ പിടിച്ചു എന്ന വാർത്ത വരുന്നു. ആർക്കും പരുക്കില്ല. തീ കണ്ടയുടൻ ഡ്രൈവർ ഉടനെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. ശ്രീകാന്ത് ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആർക്കും പരുക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ തുടങ്ങും. 28 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനുള്ള ബിൽ അവതരിപ്പിക്കും. വാർഡ് വിഭജനത്തിന് ഓർഡിനൻസ് കൊണ്ടുവന്നെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് തിരിച്ചയച്ചിരുന്നു. തുടർന്നാണ് ബില്ല് രൂപീകരിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നത്. അതേസമയം ബാർകോഴ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ കർശന നടപടിക്കൊരുങ്ങി ദേശീയ നേതൃത്വം. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് KPCC. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. സംഭവത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും പോലീസ് കേസെടുത്തത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. സംഘർഷത്തിൽ പരസ്യമായ വാദപ്രതിവാദങ്ങളും രൂക്ഷമാണ്. സജീവൻ കുര്യച്ചിറയാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് DCC ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിറക്കി. പിന്നാലെ താൻ മദ്യപിച്ചിരുന്നുവെന്ന് തെളിയിക്കാൻ DCC പ്രസിഡന്റിനെ സജീവൻ കുര്യച്ചിറ വെല്ലുവിളിച്ചു. സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ കള്ളക്കേസ് നൽകിയ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു. ഇനി കായിക വാർത്തകൾ നോക്കാം. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന അയൽക്കാരുടെ ആവേശപ്പോരിന്ന് ഓരോ പന്തിലും വീറും വാശിയും നിറയുന്ന ഹൈ വോൾട്ടേജ് പോരിൽ ടീം ഇന്ത്യ ചിരവൈരികളായ പാകിസ്ഥാനെ നേരിടും. അയർലൻഡിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ തുടങ്ങിയപ്പോൾ അമേരിക്കയോട് സൂപ്പർ ഓവറിൽ തോറ്റ നാണക്കേടിന്റെ പടുകുഴിയിലാണ് പാകിസ്ഥാൻ. ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങിയ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം പാകിസ്ഥാനെതിരെ മികച്ച റെക്കോർഡുള്ള വിരാട് കോഹ്ലി കൂടി മിന്നിച്ചാൽ ഇന്ത്യക്ക് ആശങ്ക വേണ്ട. 3 പേസർമാരുമായി തന്നെയായിരിക്കും ഇന്ത്യ ഇറങ്ങുക. സ്പിന്നറിയിൽ കുൽദീപ് തിരിച്ചെത്തുമോ അതോ പവർ പ്ലേയിൽ ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും കുരുക്കാൻ അക്സർ പട്ടേലിനെ നിലനിർത്തുമോ എന്നതിൽ മാത്രം ആകാംക്ഷ. ഇന്ത്യയോടുകൂടി തോറ്റാൽ സൂപ്പർ 8 സാധ്യതകൾ സങ്കീർണമാകുമെന്നതിനാൽ ജീവൻ മരണ പോരാട്ടമാണ് പാകിസ്ഥാന്. മുൻനിര ബാറ്റർമാരുടെ മോശം പ്രകടനവും ഫീൽഡിലെ അബദ്ധങ്ങളുമാണ് അയൽക്കാരുടെ പ്രശ്നം. നാസൌ കൗണ്ടി സ്റ്റേഡിയത്തിലെ മത്സരത്തിന് ISന്റെയും മഴയുടെയും ഭീഷണി ഒരുപോലുണ്ട്. എന്നാൽ ആരാധകർ കാത്തിരിക്കുന്നത് പതിവ് പോലെ അവസാന പന്ത് വരെ നീണ്ടു നിൽക്കുന്ന ത്രില്ലർ പോരിന്. സ്പോർട്സ് ഡെസ്ക് 24. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ചാമ്പ്യനെ ഇന്നറിയാം. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ സ്പെയിന്റെ കാർലോസ് അൽക്കാരസ് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. US ഓപ്പൺ, വിംബിൾഡൺ, ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുള്ള അൽക്കാരസിന്റെ ലക്ഷ്യം ആദ്യ ഫ്രഞ്ച് ഓപ്പണാണ്. അതേസമയം ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് സ്വരേവ് ഇറങ്ങുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഇന്നലെ അന്തരിച്ച ഈനാട് ഗ്രൂപ്പ് MDയും രാമോജി ഫിലിം സിറ്റി സ്ഥാപകനുമായ രാമോജി റാമുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഫിലിം സിറ്റിയിൽ രാവിലെ 10 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങ്. ഫിലിം സിറ്റിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ മാധ്യമ, സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു രാമോജി റാവുവിന്റെ അന്ത്യം.
അങ്കമാലിയിൽ പൊള്ളലേറ്റ് മരിച്ച 4 കുടുംബത്തിന്റെ സംസ്കാരം ഇന്നുണ്ടാകും. അങ്കമാലി സെയിന്റ് മേരീസ് സുനാറോ കത്തീഡ്രലിൽ 12:30 സംസ്കാരം നടക്കുക. പൊള്ളലേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. മുറിയിലെ AC യിൽ നിന്ന് തീ പടർന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇന്ന് വിശദമായ റിപ്പോർട്ട് എറണാകുളം റൂറൽ SP കൈമാറും. കണ്ണൂർ വിമാനത്താവളത്തിലെ കരാറുകൾ നൽകാൻ യോഗ്യതാ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അട്ടിമറിച്ചതായ ആരോപണം. ടെക്നിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റി യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയ ഏജൻസികൾക്കാണ് ഇളവ് അനുവദിച്ച് കരാർ നൽകിയത്. ടോൾ പിരിവിൽ ഉൾപ്പെടെ കിയാലിന് വൻ നഷ്ടം വരുത്തുന്നതാണ് കരാർ. കിയാൽ ടെക്നിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. വിമാനത്താവളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളുടെ ടോൾ പിരിവ്, പാർക്കിംഗ്, ബാഗേജ് റാപ്പിംഗ്, പെയ്ഡ് പോർട്ടർ സർവീസ്, മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് എന്നിവയുടെ കരാറുകൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടന്നു. വിവിധ സർവീസുകളെല്ലാം ഒരുമിച്ച് ഈ ടെൻഡർ ചെയ്തു. 4ലും ചേർത്ത് പ്രതിമാസം 27.50 ലക്ഷം രൂപയാണ് ടെൻഡർ തുക നിശ്ചയിച്ചത്. എന്നാൽ കിയാൽ സ്വന്തമായി ടോൾ പിരിവ് നടത്തിയപ്പോൾ മാത്രം 25 ലക്ഷം രൂപ വരെ പ്രതിമാസ വരുമാനം ലഭിച്ചുവെന്നത് കള്ളക്കളി വെളിവാക്കുന്നു. ലീഗൽ അഡ്വൈസറുടെ എതിർപ്പ് മറികടന്ന് യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഇടപെടൽ നടന്നു. 4 സേവനങ്ങൾ ഒറ്റ കരാറായി നേടിയ ഏജൻസി ടോൾ പിരിവ് ഒരു കമ്പനിക്കും മറ്റുള്ളവ വേറൊരു കമ്പനിക്കും ഉപകരാർ നൽകി. 2018 മുതൽ 2021 വരെ ടോൾ പിരിവ് നടത്തിയപ്പോൾ ആരോപണ വിധേയരായ ഏജൻസിയാണ് പിൻവാതിലിലൂടെ വീണ്ടും ടോൾ പിരിവ് കരാർ നേടിയത്. നിർദ്ദേശിച്ച വിഹിതം കിയാലിന് നൽകിയില്ലെന്നായിരുന്നു ഈ ഏജൻസിക്കെതിരായ ആരോപണം. വഴിവിട്ട നിരക്ക് വർധനവിനും കിയാൽ അനുമതി നൽകി. വിമാനത്താവളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് ആദ്യ 15 മിനിറ്റ് സൗജന്യ പ്രവേശനമെന്നത് എടുത്തുകളഞ്ഞു. എല്ലാ വാഹനങ്ങൾക്കും 50 രൂപ പ്രവേശന ഫീസ് ഏർപ്പെടുത്തി. ബാഗേജ് റാപ്പിംഗ്, പെയ്ഡ് പോർട്ടർ സർവീസ് എന്നിവയുടെ നിരക്ക് 300-ൽ നിന്ന് 350 രൂപയായി ഉയർത്തുകയും ചെയ്തു. ഫലത്തിൽ യാത്രക്കാർക്ക് ഇരുട്ടടിയും കിയാലിന് വരുമാന നഷ്ടവും. 24 കണ്ണൂർ. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന പാതയിൽ അവകാശവാദം ഉന്നയിച്ച് കോഴിക്കോട് NIT ബോർഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പൊതുഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് EMS ഹാളിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം. കഴിഞ്ഞ ദിവസമാണ് NIT ക്യാമ്പസിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാതയിൽ ഗതാഗതം നിരോധിച്ച് ബോർഡ് സ്ഥാപിച്ചത്. ഭൂമി NIT-യുടേതാണെന്നാണ് അവകാശവാദം. ബസ്സുകൾ സർവീസ് നടത്തുന്ന പാത അടയ്ക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് NIT. കൊല്ലം കരുനാഗപ്പള്ളി ക്ലാപ്പനയിൽ തെരുവുനായയുടെ കടിയേറ്റ് 20 പേർക്ക് പരുക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നായയെ പിടികൂടി. രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് പലർക്കും തെരുവ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റ 14 പേരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ കുഞ്ഞുമായിട്ട് പല്ല് തേച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പട്ടി ഓടി വന്ന്, ഒരു വെള്ളക്കളർ പട്ടിയായിരുന്നു, ഓടി വന്ന് കടിച്ചിട്ടാണ് പോയി. വീട്ടിലേക്ക് പോകുന്ന കൂട്ടത്തിൽ വെച്ച് റോഡിൽ വടക്കുന്നൊരു പട്ടി ഇങ്ങനെ ഓടി വന്ന് വാളർന്നുകൊണ്ടാണ് വന്നത്. വന്ന പട്ടി എന്നെ തെട്ടിയിട്ടിട്ട് എൻ്റെ കൈക്ക് കടിച്ച്, പിന്നെ എൻ്റെ മാറിന് ഇങ്ങനെ മുറിവുണ്ട്. ഓച്ചിറ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലെത്തിയ തെരുവ് നായ തുടർന്നും 6 പേരെ കടിച്ചു. ഇവരെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. വള്ളിക്കാവ്, ക്ലാപ്പന, ചങ്ങൻകുളങ്ങര, കായംകുളം സ്വദേശികൾക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തെരുവ് നായയെ പിടികൂടിയത്. 24 കൊല്ലം. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.